അടുത്തതാണ് അഡീഷൻ ഓഫ് ആൽക്കഹോൾസ് ഇൻ അസിഡിക് മീഡിയം. ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസിലേക്ക് ആൽക്കഹോൾസിന്റെ അഡീഷൻ ആണ് അസിഡിക് മീഡിയത്തിൽ. അപ്പൊ നമുക്ക് നോക്കാം. ആർ സി ഡബിൾ ബോണ്ട് ഒ എച്ച്, ഇതിലേക്ക് ആൽക്കഹോൾ ആണ് ആഡ് ചെയ്യണത്, ആർ ഡാഷ് ഒ എച്ച് ഇൻ അസിഡിക് മീഡിയം എച്ച് പ്ലസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ അസിഡിക് മീഡിയത്തിൽ എന്ത് പറയും, ഇത് അയണൈസ് ചെയ്യുമ്പോൾ ആർ ഡാഷ് പ്ലസും ഒ എച്ച് മൈനസും ആയിട്ടാണ് അയണൈസ് ചെയ്യുക. അപ്പൊ ഈ ഒ എച്ച് മൈനസ് ഈ കാർബണിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ പോലെ കാർബണിയൽ അഡീഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഒ മൈനസ് എച്ച് ഒ എച്ച് അല്ലേ, ഇങ്ങനെയാണ് നമ്മുടെ അഡീഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യുക. ഇത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യും, ഇതില് നമുക്കറിയാം ആർ ഡാഷ് ഉണ്ട് അല്ലേ, ഈ ആർ ഡാഷുമായിട്ട്, അതായത് ആർ ഡാഷ് പ്ലസും ഒ എച്ച് മൈനസും ആയിട്ടാണ്. അപ്പൊ ഇവിടെ ഈ ആർ ഡാഷ് പ്ലസ് ഈ സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഇവിടേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക, ആർ സി എച്ച് ഒ ആർ ഡാഷ് ഒ എച്ച് എന്നുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇതിനെയാണ് ഹെമി അസെറ്റാൽ എന്ന് പറയുന്നത്. ഹെമി അസെറ്റാൽ. ഓക്കെ, ഹെമി അസെറ്റാൽ എന്നാണ് ഇതിന് പറയാം. ഇത് ഫർദർ ആയിട്ട് വീണ്ടും ആർ ഡാഷ് ഒ എച്ചുമായിട്ട് എന്താണ് അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, ഇത് ഫർദർ ആയിട്ട് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്, ആർ ഡാഷ് ഒ എച്ചുമായിട്ട് അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യാണ്. അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഒ എച്ചും എച്ചും കൂടിയിട്ട് ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് പോകും. അപ്പൊ ഇവിടെ ഒ മൈനസ് ആവില്ലേ, ഒ മൈനസിലേക്ക് വീണ്ടും ഈ ആർ ഡാഷ് പ്ലസ്, ഇത് വീണ്ടും അയണൈസ് ചെയ്യും, ആർ ഡാഷ് പ്ലസും ഒ എച്ച് മൈനസും ആയിട്ട് അയണൈസ് ചെയ്യും. ഇവിടെ അസിഡിക് മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഒ എച്ച് മൈനസും എച്ച് പ്ലസും ആയിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോവും. വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇവിടുത്തെ എച്ച് പ്ലസ് ആണ് റിമൂവ് ചെയ്യണത്. അപ്പൊ ഇവിടെ ആർ ഒ മൈനസ് എന്നാവും, അതായത് ആർ സി ഒ ആർ ഡാഷ്, ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ ഒ മൈനസ് ആയി, ഇവിടുത്തെ എച്ച് പ്ലസും ഈ ഒ എച്ച് മൈനസും ആയിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയി. അപ്പൊ ഇവിടെ ഒ മൈനസിലേക്ക് ബാക്കി എന്തുണ്ട്, ഈ ആർ ഡാഷ് പ്ലസ് ഉണ്ട്, അത് വന്നിട്ട് ഇവിടേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒ ആർ ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇതാണ് അസെറ്റാൽ. ഓക്കെ, ഇതാണ് അസെറ്റാൽ. അപ്പൊ നമുക്ക് ഹെമി അസെറ്റാൽ ആണ് അഡിഷൻ പ്രോഡക്റ്റ് ആയിട്ട്, ഹെമി അസെറ്റാൽ ആണ് കിട്ടുക. ഫർദർ ആയിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അസെറ്റാൽ ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് നമുക്കറിയാം, ആർ ഒ എച്ച് എന്നുള്ളത് എങ്ങനെയാണ് അയണൈസ് ചെയ്യുക, ആർ പ്ലസും ഒ എച്ച് മൈനസും ആയിട്ടാണ് അയണൈസ് ചെയ്യുക. ആ ഒ എച്ച് മൈനസ് എന്നുള്ള ന്യൂക്ലിയോഫൈലാണ് ഈ ഇലക്ട്രോഫിലിക് സെൻട്രലിലേക്ക് ആഡ് ചെയ്യണത്. എന്നിട്ട് ഒരു ടെട്രാഹെഡ്രൽ അഡിഷൻ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക. അപ്പൊ നമുക്കറിയാം ഈ ഒ എച്ച് പോയി കഴിഞ്ഞാൽ സൊല്യൂഷനിൽ ആർ പ്ലസ് ഉണ്ട്, ആ ആർ പ്ലസ് ഇവിടേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ കോമ്പൗണ്ട് ഫോം ചെയ്യും, ആർ സി ഒ ആർ ഡാഷ് ഒ എച്ച് എച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇതാണ് ഹെമി അസെറ്റാൽ. ഫർദർ ആയിട്ട് ഇത് ആൽക്കഹോളും ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹൈഡ്രജനും ഒ മൈനസ്, ഇവിടുത്തെ എന്താണ് എച്ച്, ഈ ഹൈഡ്രജൻ എച്ച് പ്ലസ് ആയിട്ട് ബേസിന്റെ ഈ ആൽക്കഹോളിന്റെ പ്രസൻസിൽ പോവും. അപ്പൊ വാട്ടർ എവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോവും. ആ ഒ മൈനസ് എന്നുള്ള ആ പൊസിഷനിലേക്ക് എന്തുവരും, ഈ ഒ മൈനസിലേക്ക് വീണ്ടും നമ്മുടെ സൊല്യൂഷനിൽ കിടക്കണ ആർ പ്ലസ് വന്ന് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഒ ആർ ഡാഷ് എന്നുള്ള ഈ ഒരു കോമ്പൗണ്ട്, ആർ സി ഒ ആർ ഡാഷ് എച്ച് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇതാണ് അസെറ്റാൽ. അപ്പൊ ഈ രീതിയിലാണ് റിയാക്ഷൻ നടക്കുക. എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്, അഡീഷൻ ഓഫ് ആൽക്കഹോൾസ് ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയത്തിൽ ആൽഡിഹൈഡ് കീറ്റോണിലേക്ക് ആൽക്കഹോൾസ് ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചില റിയാക്ഷൻസ് നോക്കാം. ഓക്കെ, അപ്പൊ പ്രോഡക്റ്റ് എങ്ങനെയാണ്, ഹെമി അസെറ്റാലും അസെറ്റാലും ആണ് ഫോം ചെയ്യുക. അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചില റിയാക്ഷൻസ് നോക്കാം. CH3 C ഡബിൾ ബോണ്ട് OH, ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്, CH3OH ആയിട്ട് അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യാം. അപ്പൊ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക, നമുക്കറിയാം ഹെമി അസെറ്റാൽ ഫോം ചെയ്യും. CH3 COCH3 OH. ഇതാണ് ഹെമി അസെറ്റാൽ. ഫർദർ ആയിട്ട് ഇത് വീണ്ടും റിയാക്ട് ചെയ്യും CH3OH ഇൻ അസിഡിക് മീഡിയം. അപ്പൊ എന്ത് ചെയ്യും, ഇവിടുത്തെ എച്ച് പോയിട്ട് വാട്ടർ എലിമിനേറ്റ്, എച്ചും ഇവിടുന്ന് OHും കൂടിയിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ഈ CH3 ഇവിടേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പൊ എന്താ ഫോം ചെയ്യുക, CH3 COCH3 HOCH3 അസെറ്റാല് ഫോം ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ആയിട്ട് C6H5
സി ഡബിൾ ബോണ്ട് ഒ എച്ച് ബെൻസാൽഡിഹൈഡ്. ഇത് മെത്തനോളുമായിട്ട് CH3OH അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? ഇവിടെ അതെ ഇവിടെ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? C6H5 COCH3 HOH ഹെമി അസെറ്റാൽ ഫോം ചെയ്യും. ഫർദർ ആയിട്ട് ഇത് വീണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ CH3OH ആയിട്ട് അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഫോം ചെയ്യുക? C6H5 COCH3 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, ഇനി വേറൊരു റിയാക്ഷനാണ് കീറ്റോണുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, ആൽക്കഹോൾസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് നോക്കാം. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് CH3 C ഡബിൾ ബോണ്ട് O CH3 ഇതുമായിട്ട് ഗ്ലൈക്കോൾ ആണ് റിയാക്ട് ചെയ്യുന്നത്. ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് എന്താ? CH2OH ആണ് ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. ഗ്ലൈക്കോൾ റിയാക്ട് ചെയ്യാണ് ഇൻ അസിഡിക് മീഡിയം. ഇത് റിയാക്ട് ചെയ്യുമ്പോണ്ടല്ലോ ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു കിറ്റാലാണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. അപ്പൊ എന്താ പ്രോഡക്റ്റ് എന്ന് നോക്കാം. CH3OCH3OCH2 ഗ്ലൈക്കോള് ഇവിടേക്ക് വന്നിട്ട് ആഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് ഈ സൈക്ലിക് ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റിനെയാണ് സൈക്ലിക് കീറ്റാൽ എന്ന് പറയുന്നത്. കെറ്റാൽ ആണ് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. അപ്പോൾ ആസറ്റോണുമായിട്ട് ഗ്ലൈക്കോൾ റിയാക്ട് ചെയ്യുമ്പോൾ സൈക്ലിക് കെറ്റാൽ ആണ് ഫോം ചെയ്യുക. ബാക്കിയുള്ള ഗ്ലൈക്കോൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ സൈക്ലിക് കെറ്റാൽ ഫോം ചെയ്തത്. ബാക്കി എല്ലാ കേസിലും നമ്മൾ എന്താ പറഞ്ഞത്? ആൽഡിഹൈഡ്സ് ആണെങ്കിലും കീറ്റോൺസ് ആണെങ്കിലും എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ആൽക്കഹോൾസ് ആയിട്ട് അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെമി അസെറ്റാൽ ഫോം ചെയ്യും. ഫർദർ ആയിട്ട് റിയാക്ഷൻ നടന്നിട്ട് അസെറ്റാൽ ഫോം ചെയ്യും. ഓക്കെ.